തെറ്റ്. ദൈവസൃഷ്ടിയിൽ അമൂല്യമാം സ്ത്രീത്വം ഹനിക്കുക തെറ്റ്. സ്ത്രീ തൻ മാനവും മരണവും ഒന്ന്. ഭയക്കണം, ഭയക്കണം നീ. നിൻ കണ്ണുകൾ കാമവെറിയാൽ ചുവപ്പണിയും നേരം ഇനി നീ ഓർത്തുകൊള്ളുക. നിൻ ഇരയാമവൾക്ക് നിഴൽ പോൽ ഒറ്റക്കിതപ്പിൽ നിന്നുടൽ ചീന്തുമാറുച്ചത്തിലുയർന്നൊരവതാരമായി നിൽക്കും കുന്തമാണെന്ന്. കുന്തം. ചേട്ടാ ഒരു പേടി. ട്രെയിൻ സമയം ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം കണ്ണൂർ വിഭാഗത്തിൽ മാറി തുടങ്ങിയ ഇവിടെ എത്തി തിരുവനന്തപുരം കേരള എക്സ്പ്രസ് 2 മണിക്കൂർ വൈകി ഓടുന്നു. നിസാമുദ്ദീൻ എറണാകുളം മംഗള എക്സ്പ്രസ് 1 മണിക്കൂർ വൈകി ഓടുന്നു. മറ്റു ട്രെയിനുകൾ കൃത്യസമയം പാലിക്കുന്നു. നമസ്കാരം. ബാലികയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ പോലീസ് തിരയുന്നു. മണ്ടൻ. ഇവിടെ കുന്തമുള്ളതൊന്നും അവനെ അറിഞ്ഞു കാണില്ല. ആരായാലും അവൻ കുന്തത്തിന് ഇരയാനുള്ളതാ.
നിങ്ങൾക്ക് ആരാ? എന്നെ അഴിച്ചുവിട്. ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി നീ ഇല്ലാതാക്കിയത് ഒരു ജീവനാ. 7 വയസ്സുള്ള ഒരു പെങ്കൊച്ചിനെ നീ ഇതൊക്കെ ചെയ്ത് അരവിന്ദ് സ്വാമിയെ പോലെ അകത്ത് പോയി നിനക്ക് സുഖിക്കാന്ന് വിചാരിച്ചു അല്ലേടാ? നീ കുന്തത്തെ പറ്റി കേട്ടിട്ടില്ലേ? ഉണ്ട്. എന്താ കേട്ടത്? ബലാത്സംഗം ചെയ്യുന്നവരെ കൊല്ലും, വീഡിയോ പിടിച്ച് എല്ലാവർക്കും അയച്ചു കൊടുക്കും. അപ്പൊ നിനക്ക് പേടിയില്ലേ കുന്തത്തെ? പേടിയില്ലേന്ന്? ഉണ്ട്. അവരെ പറ്റിയതാ. ഭയക്കണം നീ ഇനി പെൺകളെ നോവിക്കുവാനായും നേരം. ഞാനും ചെയ്ത. അതിന് നീ ഇവിടുന്ന് പോയാലല്ലേ? നിന്നെ കൊല്ലാൻ നിന്റെ കാലൻ വരുന്നുണ്ട്. കുന്തത്തിന്റെ നിഘണ്ടുവിൽ മാപ്പില്ല. ആദ്യം നിന്റെ സുനചത്ത് ഞാൻ പട്ടിക്കിട്ടു കൊടുക്കും. പിന്നെ നിന്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത് തുപ്പും. പിന്നെ നിന്റെ വിരലുകൾ അരിയും. പിന്നെ നിന്റെ മാംസം താ ഇതുപോലെ ചെത്തിയെടുക്കും. കേട്ടടാ? താരീ കുന്തത്തെ കണ്ടിട്ടുണ്ടാ? പിന്നെ എത്ര പ്രാവശ്യം? എപ്പോ? എവിടെ വെച്ച്? വീഡിയോയില്. അതെ. പേടിയാവും. ഒരു അറപ്പില്ലാതല്ലേ കുന്തം ഓരോ കൊല നടത്തുന്നത്. ഈ കുന്തം മലയാളി ആയിരിക്കോ? ആയിരിക്കും. ഏയ്, ലൈറ്റർ പ്ലീസ്. ആരാ കുട്ടിയുടെ അച്ഛൻ? എന്താ സംഭവിച്ചത്? എന്തിനാ വന്ന്? എന്തിനാ ഇങ്ങോട്ട് വന്ന്? പോയിക്കാവിടുന്ന്. ചേച്ചി ഇങ്ങോട്ട് വന്നേ. വീട്ടിൽ എന്നെ ഞാൻ പറയും. എന്റെ കൊച്ചിനെ പിച്ചി ചീന്തി അവരെ വെട്ടിയേറിയാൻ നിങ്ങളെ കൊണ്ട് പറ്റോ? ഇല്ലേ? അവനെ കൊത്തിയറിയാൻ കുന്തം വരും. അവനെ അരിഞ്ഞ് തള്ളുന്നത് എനിക്ക് കാണണം. കുന്തമേ! എനിക്കുമുണ്ടായിരുന്നടാ 7 വയസ്സായ മോള്. നിന്നെയൊക്കെ
ബിവെയർ ഓഫ് കുന്തം. റേപ്പീസ് മസ്റ്റ് ഡൈ. യെസ്, റെഡിയാണ്. ആ, ഞാൻ വന്നുകൊണ്ടിരിക്കുക. ആ, ഈവനിങ് ഞാൻ എത്തിയേക്കാം. ശരി, ഓക്കെ. ഷാജി, ഓ, നീ ഒന്ന് അച്ചായനെ കാണണം. എപ്പോ? ഈവനിങ്. ഓ യെസ്. ആരടെ ഈ കുന്തം? അറിയില്ല, ആരും ആവാം. ഏതായാലും നമ്മുടെ റേഞ്ചിൽ കയറി കളിക്കാനൊന്നും ആയിട്ടില്ല ഫ്രെഡി. ഷാജി, മാർട്ടിൻ. നീരാളി മാർട്ടിൻ. കുന്തം എന്തായാലും കൊള്ളാം. ഞാനെന്ത് തപ്പട്ടെ? തപ്പിയാ പോരാ, കിട്ടണം. ഇതൊക്കെ മുളയിലേ നുള്ളിക്കളയണം. എടാ, എന്താടാ വധൂരി നീ ഫോൺ വിളിച്ചെടുക്കാത്തെ? വണ്ടി എടുക്കാൻ ഫോൺ എടുക്കാൻ പാടില്ല. ആ എടാ, എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. നീ കടം തുറന്നിട്ട് വെച്ച് വായി നോക്കാൻ എങ്ങും പോയേക്കരുത്. ആ, എന്താ മോളെ ഈ വഴിക്കൊക്കെ? ഫോണൊന്ന് റീചാർജ് ചെയ്യണമായിരുന്നു. ആഹാ, അച്ഛൻ്റെ പെൻഷൻ വാങ്ങാൻ പോയതാ. എന്നാ ശരി, ഓക്കെ മോളെ, ഞാൻ പോട്ടെ. നിന്നെ ഞാൻ വിളിക്കാട്ടോ. ശരി. ഇപ്പൊ കുറച്ച് തിരക്കില്ല. അച്ഛനോട് അന്വേഷണം പറയണം കേട്ടോ. ഇത്ത പോയാ? ഇന്നും നേരം വൈകിയല്ലേ? ഇങ്ങനെയാൽ രസീത് വേറെ ആളെ വെക്കും. ഇതൊക്കെ എന്ത് ജോലി? ഇതൊക്കെ വെറും മറയല്ലേ? എങ്ങനെ? ഈ കുന്തം കുന്തം കേട്ടിട്ടുണ്ടോ? കുന്തം വെച്ചാ ആരാ? ആരാ? മുന്നിൽ തന്നെ നിക്കല്ലേ? എവിടെ? അവിടെ ഒന്നല്ല, ഈ ഞാൻ തന്നെ. പുറത്ത് ആരോട് ഇത് പറയരുത്. കുട്ടി പേടിക്കാതിരിക്കാനാ ഞാൻ പറഞ്ഞത്. അതിന് കുന്തത്തെ എന്തിനാ പേടിക്കുന്നത്? എന്നാലും ഈ പൊക്കം വെച്ച് അത് ഞാൻ ഈ കുഞ്ഞു നടക്കുന്നതല്ലേ, ഇല്ലെങ്കിൽ സംശയം തോന്നും.
ഞാൻ ഈ വീട്ടിലൊരു അധികപ്പറ്റാ. അല്ലേലും ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. എത്ര പ്രാവശ്യം പറയണം? ഇതിലും ഭേദം അവിടെ പാടാൻ പോയെങ്കിൽ എന്തെങ്കിലും ആയേനെ. അല്ലെങ്കിലും ഇതിപ്പോ എത്രാമത്തെ തവണയാ? അവനിങ്ങനെ വെറുതെ നടക്കുന്നത് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടം. എന്റെ അനിയനല്ലേ? എന്റെ ഷെറിനെ ജോസേട്ടൻ കടയൊറിഞ്ഞ കാര്യം കേട്ടറിഞ്ഞു വന്നതാ, അല്ലാതെ ഞാൻ വിളിച്ചു വന്നൊന്നുമല്ല. ഓ, അല്ലേലും ഫൈസലിനൊരു കട ഏറ്റെടുത്ത് നടത്താനുള്ള ത്രാണിയൊന്നുമില്ല. ആര് പറഞ്ഞു? റസിയന്റെ കട നോക്കി നടത്തുന്നത് ഫൈസലല്ലേ? സ്വന്തം കടയാകുമ്പോ ഉത്തരവാദിത്തം കൂടെയുള്ളൂ. വേണ്ട, ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. രാവിലെ തന്നെ നീ ഇങ്ങനെ കിടന്ന് കീറല്ലേ? ഓ, ഇപ്പൊ അതിനായ കുറ്റം? ഓ, എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഞാനിങ്ങനെ എപ്പോഴും പറയുന്നോണ്ട് എന്നൊരു വിലയില്ല. എന്റെ തലവിധി, അല്ലാതെ ഇപ്പൊ എന്താ പറയാ? എന്റെ ഷെറിനെ നീ ഒന്ന് നിർത്ത്. ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പുറത്തിറങ്ങി എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റെങ്കിൽ ഞാൻ ചെയ്തേനെ. അതും നടക്കുന്നില്ലല്ലോ ഇപ്പൊ. ഇതൊക്കെ ആരോട് പറയാനാ? അല്ലെങ്കിൽ എന്റെ സങ്കടം കാണാനും കേൾക്കാനും ഇവിടെ ഒന്നും ആർക്കും നേരമില്ല. പണിയെടുത്ത് എന്റെ നാടുകൊള്ളിയ അത്ര തന്നെ. ഞാൻ ഈ പറയണത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ മനുഷ്യ? ഇന്ന് ബസ് മിസ്സായോ? വേഗം കയറി പിടിച്ചോ. പോ. എല്ലാരും ചോദിക്ക ആരാ ഈ സുന്ദരി കൊച്ചെന്ന്. 150. പിന്നെ പപ്പനിക്ക് മൊബൈൽ വാങ്ങിച്ചിടാൻ ഇറങ്ങിയിട്ടുണ്ട്. ഒരെണ്ണം കൂടി ആയിക്കോട്ടെ. ഡബിള് പോളേട്ടാ. ആ ജോസേട്ടൻ, എല്ലാരും ഉണ്ടല്ല. ഇന്ന് രാവിലെ ആരുടെ വിധിയാണാവോ? എന്താ സേവരെ, നീ പുതിയ കടയൊക്കെ തുടങ്ങാൻ പോണെന്ന് കേട്ടാർന്നല്ലോ, ശരിയാണോ? കടയൊന്നും അല്ല സേതാലിക്ക, പിന്നെ ഒരു ഓഫീസാ, ചെറിയൊരു പരിപാടിയാ. അല്ല, നിന്റെ കല്യാണക്കാരിയൊക്കെ എന്തായി? ഒരു 2 കൊല്ലത്തിനുള്ളിൽ നടക്കുവോ? ഇവൻ ഇനി കാണാൻ കേരളത്തിൽ പെണ്ണൊന്നും ബാക്കിയില്ല അല്ലയോടാ? അത് ശരി. കളിയാക്കണ്ട. എന്നെ കെട്ടാൻ ഭാഗ്യമുള്ള പെണ്ണ് ഈ നാട്ടിലെങ്ങും ഇല്ലാന്ന് അങ്ങോട്ട് കൂട്ടിയാൽ മതി. ഓ, എന്ന്. അതെ, ഒരു കാര്യം കൂടി എനിക്ക് അങ്ങോട്ട് ഓർമ്മിപ്പിക്കാനുണ്ട്. ഈ പെണ്ണ് കാണൽ പരിപാടി ഞാൻ അങ്ങോട്ട് നിർത്തി. അത് നന്നായി, അല്ലെങ്കിൽ നിന്റെ തടി ഇനിയും കൂടും. എന്ത് സംഭവാ തുടങ്ങിയത്? ഞാൻ പുതിയൊരു സൈറ്റ് തുടങ്ങി. 10,000 പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ഇപ്പം എൻ്റെ പക്കലുണ്ട്. അത് വെച്ച് ഞാനൊരു സംരംഭം അങ്ങോട്ട് തുടങ്ങി. സേവിയേഴ്സ് ടൈം. സേവിയേഴ്സ് ടൈമോ? സേവ് യുവേഴ്സ് ടൈം. സമയം കളയാതെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പുത്തൻ സൈറ്റ്. എടാ ഭയങ്കര. എടാ സേവരെ, അതുകൊണ്ട് നിന്റെ കല്യാണം നടക്കുവോ? പിന്നില്ല സേതാലി, രജിസ്റ്റർ ചെയ്യാൻ വരുന്നതിൽ നല്ല കേസ് ഞാൻ അങ്ങോട്ട് പൊക്കും. കമ്മീഷൻ ലാഭിക്കാലോ. പിന്നെ ഈ ആടൊക്കെ അങ്ങോട്ട് വന്നു കയറിയ നല്ലൊരു വരുമാനവും. അതെ, ഞാൻ ഒരെണ്ണം തുടങ്ങാനിരുന്നതാ. ഇനിയിപ്പൊ അത് അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചു. ആടോ? ഈ ആടെന്നൊക്കെ പറയുമ്പോ ആടല്ല, ഈ ആട്. നഗരത്തിൽ വീണ്ടും കുന്തം. ബിനി പീഡനക്കേസിലെ പ്രതിയെ കുന്തം കൊലപ്പെടുത്തുന്ന വീഡിയോ വാട്സപ്പിൽ. പോലീസ് പരക്കം വായി. അല്ല സീതാലിക്ക, ഈ കുന്ത ആരായിരിക്കും? ഇവരുടെ നമ്പർ വല്ലതും കിട്ടുമോ? പിന്നെ അവരിവിടെ ദിവസേന വന്ന് ചായ പിടിച്ചുകൊണ്ട ടീമല്ലേ. നീ ഒന്ന് പോടാ സേവരെ. അല്ല, നിനക്ക് എന്നാത്തിനാ കുന്തത്തിന്റെ നമ്പർ? എന്റെ പൊന്നു സീതാലിക്ക, സംഗതി അവരൊരു ഉഗ്രൻ ടീമാ. ഇവരുടെ ആട് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയ നമ്മുടെ സൈറ്റിന് അതൊരു ഉഗ്രം ബൂസ്റ്റപ്പ് ആവും. നീ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ടോ. ഒരാടിനെ പിടിച്ച് കുന്തോന്ന് എഴുതി സൈറ്റിൽ കെട്ടിയിട്ടാ മതി, സംഗതി ഉഷാറ. അത് നന്നായിരിക്കും. അപ്പൊ കാണാം. ഹലോ. കുഞ്ഞച്ചൻ ചേട്ടോ, നാളെ പോയിട്ട് കാണാം. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഭയങ്കര തിരക്കിലല്ലേ. ആകെ മൊത്തം കുന്തം, ആകെ മൊത്തം കുന്തമാണെന്ന്. ദേ, കുഞ്ഞിന്റെ കയ്യിൽ വരെ കുന്തം ബാൻഡാന്ന് ഞാനിവിടെ പറഞ്ഞതാന്ന്. റസിയ, ഞാനിവിടെ പുതിയൊരു സ്റ്റോർ തുടങ്ങിയിട്ടുണ്ടെന്ന്. ഭയങ്കര കച്ചവടമല്ലേ? കുറച്ചുനാൾ ഇതിലൊന്ന് പിടിച്ചു നിൽക്കണം. ഞാൻ പോട്ടെ, ഭയങ്കര തിരക്കല്ലേ എനിക്ക്. അപ്പൊ കാണാം.
ശരി, ഇവിടെ ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാട്ടോ. ഇനി ചേട്ടൻ ഇതങ്ങോട്ട് വായിക്ക്, അതിങ്ങോട്ട് തന്നെ. ആ, കുട്ടികളെല്ലാവരും ഹാജരായിട്ടുണ്ടല്ലോ. എല്ലാരും ഉണ്ട്. ആ സെയ്താലിക്ക, ദാ നിങ്ങളുടെ മൊബൈല് പുത്തനാക്കിയിട്ടുണ്ട്. അല്ലാ, ഇതിന്റെ ഒരു കുറവുണ്ടായിരുന്നിട്ടാ 2 ദിവസമായിട്ട്. ആ പിന്നെ റസിയ, നമ്മുടെ സേവിയറിനെ കുന്തത്തിന്റെ നമ്പർ വേണം, വല്ല രക്ഷയുണ്ടോ? നമ്പരൊക്കെ തരാം, പക്ഷേ കമ്മീഷൻ വേണം. പറ്റുമോ? വേണ്ട. ഓ വേണ്ടേ? അയ്യോ, ഞാൻ മറന്നു. ഞാൻ പോട്ടെ. അല്ല, ഇതിന് കാശ് വേണ്ടേ? അതൊക്കെ പിന്നെ മേടിച്ചോളാം. ആണോ? ഹലോ ഹലോ, റോങ് നമ്പർ. റിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടില്ലേ ഉള്ളൂ. സോറിടാ. പോവാ, നമുക്ക് പോവാം. സ്കൂളെത്തി ഇറങ്ങിക്കോ. ബാഗ് എടുത്തോ. ബൈ ബൈ. ഓക്കേ ആന്റി, ബൈ. പോട്ടെ. ഡി ഡി. ഓ, മറന്നു. താങ്ക് യു ആന്റി, ബൈ. ബൈ. ആ റസിയ, നീ അറിയോ കുന്തത്തെ? അവരുമായി ബന്ധപ്പെടാനുള്ള നമ്പറോ അഡ്രസ്സോ മറ്റോ? ടീച്ചറും കുന്തം ഫാനാണല്ലേ? അതൊന്നുമല്ല, നീ പറ. ഒരു വഴിയുണ്ട്. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാ മതി, കുന്തം പറന്നു വരില്ലേ? ആണോ? എന്താ കാര്യം? അതൊക്കെ ഉണ്ട്. എന്നാ ശരി, നീ പൊക്കോ. എന്നാ ശരി. ആ, അത് ഇന്ന് തന്നെ ടോക്കൺ അടിക്കാ. ആ, ഓക്കെ. അതെ, ഒരു ചായ. ആ പിന്നെ അന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു 20 സെന്റ് സ്ഥലവും വീടും, അത് ഞാൻ ഒരാളെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് പോയല്ലോ സൈതാലിക്ക. അത് ദുബായിലുള്ള ജോസുട്ടൻ അഡ്വാൻസ് കൊടുത്തില്ലേ? അത് പോയാ? ഹേയ്, ഞാനിപ്പോ അവിടെ നിന്നല്ലേ ഇങ്ങോട്ട് വരണേ. അതും പോയി. 2 ടീ. കുന്തം പൊരിച്ച് റേപ്പിസ്റ്റുകളെ പൊക്കി നൈസായി പോടണം. കുന്തം ഫ്രീക്കാട്ടാ. ആ ചായ എന്താണത്? കുന്തം ബലാത്സംഗ വീരനെ കൊല്ലുന്ന വീഡിയോ. അപ്പൊ പുതിയ വീഡിയോ ഇറങ്ങിയോ? പത്രത്തിൽ ന്യൂസ് ഉണ്ട്. ഇവിടെ ഇപ്പൊ എന്തിനൊരു കുന്തം? ഇവിടെ പോലീസ് നിയമമൊക്കെ ഉള്ളതല്ലേ? ആ, അത് ടോമിച്ചൻ പറയരുത്. കുന്തം ജനങ്ങൾക്ക് നന്മയെ ചെയ്യുന്നുള്ളൂ. ഞാൻ ശരിക്കും പറഞ്ഞപ്പോ കുന്തം ഫാനാ. പൂമ്പാറ്റകളെ പോലെ പാറി പറന്ന് നടക്കുന്ന കൊച്ചു കുട്ടികളെ കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊന്നു കളയുന്നവരെ നമ്മളൊക്കെ ചെയ്യാൻ കൊതിക്കുന്നതാ ഈ കുന്തം ചെയ്തുകൊണ്ടിരിക്കുന്നേ. അവൻ ആൺകുട്ടിയാ. നിയമം അവരെ പിടിച്ചുകൊണ്ടുപോയി 5-6 കൊല്ലം ജയിലിലിട്ട് തീറ്റി പോറ്റി ഒടുവിൽ തെളിവില്ല, പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞ് അവരെ വിടുമല്ലോ. അവിടെയാണ് കുന്തത്തിന്റെ പ്രസക്തി. ശരിക്കും പറഞ്ഞാലേ കുന്തം ഉള്ളത് നല്ലതാ. അവര് നല്ലവരാ ടോമിച്ച, അവര് നല്ലവരാ. ഒന്നോർത്ത നല്ലതാ. ബലാത്സംഗത്തിന് വധശിക്ഷ തന്നെ വേണം. സൈതാലിക്ക കട്ട ഫാനാണോ? നിങ്ങൾ അറിയോ കുന്തത്തെ? ഇനിയിപ്പം നിങ്ങളാണോ കുന്തം? അല്ല, പുള്ളി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഇവിടെ. സൈതാലിക്ക, ആ ടിവിയുടെ റിമോട്ട് ഒന്ന് എടുത്തു. റിമോട്ട് അവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ റിമോട്ട് എവിടെ വെച്ചാലും അവിടെ കാണില്ല. നിങ്ങളുടെ പേരെന്താണ്? കുമാർ. കുമാർ. ഒരു തന്നെ. റിമോട്ട് എവിടെ കയറി ഒളിച്ചിരിക്കായിരുന്നല്ലേ? ആ, കിട്ടിയ ആ ന്യൂസ് വെച്ചേ. നമ്മുടെ റിമോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുന്തം നാട്ടിൽ ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിയമം ചെയ്യേണ്ടത് ചെയ്യാതായപ്പോ കുന്തം ശിക്ഷ നടപ്പാക്കുന്നു. വി സപ്പോർട്ട് കുന്തം. ഓക്കെ, കുന്തത്തെ കുറിച്ച് വളരെ വളരെ നല്ല അഭിപ്രായങ്ങളാണ് ജനങ്ങൾ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് അടുത്ത ആളുകളിലേക്ക് പോവാം. ബലാത്സംഗ വീരന്മാർക്ക് പേടി സ്വപ്നമായി കൊണ്ടിരിക്കുന്ന കുന്തം ജനങ്ങൾക്കിടയിൽ ഒരു തരംഗമായി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ജനങ്ങൾക്ക് കുന്തത്തെ കുറിച്ച് പറയാനുള്ളതെന്ന് കേൾക്കാം. കുന്തം ഇവിടെയൊക്കെ ഉള്ളത് ഞങ്ങൾക്കൊക്കെ ഒരു ധൈര്യമാ. കുന്തത്തെ അറിയാവുന്നവരാരും ഈ പണിക്ക് നിൽക്കൂല. കുന്തത്തിന്റെ ഫാനാ ഞാൻ. ജനങ്ങളുടെ ആവേശപൂർണമായിട്ടുള്ള വാക്കുകളാണ് നമ്മൾ കുന്തത്തെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കുന്തത്തിന് വളരെയധികം സപ്പോർട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം കുന്തം വളരെ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നാണ്.
കുന്തം എനിക്ക് ദൈവത്തെ പോലെയാ. എന്റെ കുഞ്ഞിനെ കൊന്നവരെ വെട്ടി അരിയുന്നത് എനിക്ക് കാണിച്ചു തന്നു. കുന്തത്തിന് വേണ്ടി എന്റെ ചങ്ക് പറിച്ചു കൊടുക്കും ഞാൻ. സാധാരണക്കാർക്കിടയിൽ ഒരു ധൈര്യമായി, ഒരു വിശ്വാസമായി കുന്തം മുന്നേറുകയാണ്. ആരാണ് ഈ കുന്തം? കാത്തിരുന്ന് കാണാം. ശരി ശരി ശരി. ഏതുവരെ തന്റെ അന്വേഷണങ്ങൾ? യെസ് സർ, റിപ്പോർട്ടിംഗ് ടുഡേ സർ. ആ, എന്താ നേരെ ഇങ്ങോട്ട് പോയോ? എനിക്കൊന്ന് കാണണം. ആ കേസ് ഫയൽ ഇന്ന് തന്നെ ക്ലോസ് ചെയ്യും. ഞാനത് കവർ ചെയ്യുന്നുണ്ട് സർ. ആ സർ, എന്തായി തന്റെ രഹസ്യ നീക്കങ്ങൾ? ആരാ ഈ കുന്തം? ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടുള്ളൂ സർ. ഒന്നിലധികം പേരുണ്ടാവാനാണ് സാധ്യത. അവരുടെ സൈറ്റിൽ ലോഗിൻ ചെയ്യുന്നത് പലപ്പോഴും പുറത്തുനിന്നാണ്. ചിലപ്പോൾ ഇറ്റലി, അല്ലെങ്കിൽ ജർമ്മനി, മറ്റു ചിലപ്പോൾ ഗൾഫ് കൺട്രീസ്, ഇടയ്ക്ക് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന്. ട്രേസ് ചെയ്യുക അല്പം റിസ്ക് ആണ്. വി ആർ ഡൂയിങ് അവർ ലെവൽ ബെസ്റ്റ് സർ. തീവ്രവാദി സംഘടനയുമായി എനി ലിങ്ക്? നോ സർ, അതിന് തീരെ സാധ്യതയില്ല. റേപ്പിസ്റ്റുകൾ മാത്രമാണ് അവരുടെ ലക്ഷ്യം. സാധാരണക്കാർക്കിടയിൽ കുന്തം വൈറലായി കഴിഞ്ഞു. സംഗതി അവർ ചെയ്യുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമ്മുടെ നിയമവ്യവസ്ഥ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കൂടുതൽ വ്യാപിക്കുന്നതിന് മുമ്പ് അവരെ കണ്ടെത്തി ശിക്ഷിക്കണം സർ. പ്രതികളെ പിടിച്ചുകൊണ്ടുപോയി കൊല്ലുക, അത് പ്രദർശിപ്പിക്കുക, ഇതിന്റെ പിറകിലെ ശക്തിയെ ആരായിരുന്നാലും കണ്ടെത്തണം. നിങ്ങളുടെ മുഴുവൻ സമയവും അതിനായി നീക്കിവെക്കുക. ഷുവർ സർ. കൊച്ചിയാണ് അവരുടെ കേന്ദ്രമെന്ന് തീർച്ചയായ സ്ഥിതിക്ക് യു ക്യാൻ ടേക്ക് യുവർ ആക്ഷൻ. നോ ഇമോഷണൽ കമ്മിറ്റ്മെന്റ്സ് ആൻഡ് എക്സ്ക്യൂസസ്. ഡൺ? യെസ് സർ. താങ്ക് യു. ഓക്കെ. ഒരു പണി വരുന്നുണ്ടല്ലോ. കുന്തത്തെ പോകാൻ സ്പെഷ്യൽ സ്ക്വാഡ് ഇറങ്ങിയിട്ടുണ്ട്. ഓഹോ, അപ്പൊ നമ്മൾ പേടിക്കണമല്ലോ. നിസ്സാരായിട്ടൊന്നും കണ്ട ആളൊരു പുലിയാന്നാ കേട്ടെ. യൂണിഫോം ഒന്നും ഇടില്ല. ക്രിമിനൽസെ കണ്ട പക്കാ സ്കെച്ച് ചെയ്ത് സ്പോട്ടിൽ തീർക്കും. അതിന് നമ്മൾ ക്രിമിനൽസ് അല്ലല്ലോ ഏലിയാസേ. ഇവിടെ ആർക്കും ആരെയും പീഡിപ്പിക്കാം, കൊല്ലാം. കുറച്ചു നാൾ അകത്ത് കിടന്നിട്ട് കൂളായി ഇറങ്ങിപ്പോരാ. ദിവസവും ഓരോ പീഡന വാർത്തകൾ വായിച്ചു തള്ളുമ്പോൾ അത് വെറും നേരം പോക്കാണ് വായിക്കുന്നവർക്ക്. ആരുടെയോ മകൾ, സഹോദരി, ഭാര്യ, അല്ലെങ്കിൽ അമ്മ നാളെ അതേ കോളത്തിൽ സ്വന്തം സഹോദരിയുടെ പീഡന വാർത്ത അച്ചടിച്ച് വരാതിരിക്കാൻ പ്രതികരിക്കുക തന്നെ വേണം. ഇതൊക്കെ കാലം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതല്ലേ ഏലിയാസേ. മരിക്കുന്നെങ്കിൽ പൊരുതി മരിക്കണം. കാമവെറി പൂണ്ട കണ്ണുകളിൽ ഭയം നിറയും വരെ പൊരുതണം. ഒന്നോർത്ത ശരിയാ. ഒന്നും അറിയാത്ത കൊച്ചുകുട്ടികളെ വരെ വെറുതെ വിടാത്ത പീഡകന്മാരെ പിടിച്ച് കൊത്തി നുറുക്കി കൊല്ലുക തന്നെ വേണ്ടത്. മോളിവിടെ ഇരിക്കും. അവിടെ ഇരിക്കും. ഞാനേ പോയി നോക്കിയിട്ട് വരാം. ഓ, എനിക്ക് ചായ മതി. എനിക്കും. മോൾക്കോ? എനിക്ക് ജ്യൂസ് മതി. ആ ബിസ്ക്കറ്റ് എടുക്കൂ. ഏതാ ചേ? ആ ക്രീം ബിസ്ക്കറ്റ്. ഇതാ? ആ ആ, അപ്പുറത്തുള്ള ക്രീം ബിസ്ക്കറ്റ്. ഇത് 2 പാക്കറ്റ് തന്നോളൂ. മോക്ക് എന്താ വേണ്ട നോക്കി. എനിക്ക് ജ്യൂസ് മതി. ജ്യൂസ് മതിയോ? ഇത് മതിയോ? ഇത് എത്രയേട്ടാ? ഒരു ജ്യൂസ്. ഇതിനെന്താ വില? താൻ എന്താടോ ഈ കാണിക്കുന്നേ? ഇതിനോ? താൻ എന്താടോ ഈ കാണിക്കുന്നേ? എന്തടാ? വേണ്ട. എന്താടാ? ഒന്ന് തൊട്ടു നോക്കിയതാ. കൈ എടുക്കടാ. ഹലുവ നല്ല മധുരം. എന്നാടാ നിന്റെ കാശ്? അത് ഞാൻ പറഞ്ഞോളാം. ഇവിടെ എന്താ പ്രശ്നം? ഓ, അതൊന്നുമില്ല, ചീള് കേസ്. നീ വാ, വണ്ടി കയറ്. അപ്പം കളിയായിരുന്നു. നാളെ മുതൽ ഞാൻ കൂടെ. നീ എപ്പോഴാ വന്നത്? അതുകൊണ്ട് കുറച്ചു നേരമായി. ഞാനിങ്ങനെ നിങ്ങളുടെ കളിയൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. എന്നോട് ശേഷം ഓ പോകുന്നു. ആ റസിയ, കണ്ടത് ഫ്രെഡിയെ തന്നെ കേട്ടോ, സംശയിക്കണ്ട.
ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ അത് ഫ്രെഡി തന്നെയാന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞത്? എന്റെ തോന്നലാണെന്ന്. ഇപ്പൊ എന്തായി? എന്നാ നമുക്ക് ചാപ്റ്റർ ക്ലോസ് ചെയ്തേക്കാം. എന്താ ഏലിയസേ, ഫ്രെഡി ഒന്ന് ശ്രദ്ധിച്ചോ. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആയിക്കോട്ടെ. അതിനു മുമ്പ് മറ്റൊരു കണക്ക് അവനോട് തീർക്കാനുണ്ട്. യെസ്, അത് അവനുള്ളൊരു ഗിഫ്റ്റും കൂടിയാ. ഹായ്, വർഗീസ് മാഷല്ലേ? അതെ. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? ആരായി കുന്തം? നിങ്ങൾ പോലീസിലാണല്ലേ? സ്പെഷ്യൽ സ്ക്വാഡ്. സാർ ഈ ചോദ്യം ആരോട് ചോദിച്ചാലും ഉത്തരം ഒന്നേ ഉള്ളൂ. ഞാനാണ് കുന്തം, ഞാനാണ് കുന്തം എന്ന് ഓരോരുത്തരും അഭിമാനത്തോടെ പറയും. സാർ ഈ ചോദ്യം എന്നോട് ചോദിക്കാൻ കാരണം? കുന്തം സൈറ്റ് പലപ്പോഴും ലോഗിൻ ചെയ്യുന്നത് രാജ്യത്തിന്റെ പുറത്തുനിന്നാണ്. റിയൽ എസ്റ്റേറ്റിന്റെ മറവിൽ നിങ്ങളുടെ വിദേശ ബന്ധങ്ങൾ കരുവാക്കി നിങ്ങൾ അറിയുന്ന ആരോ ഓപ്പറേറ്റ് ചെയ്യുന്നൊരു സംവിധാനമല്ലേ കുന്തം. നിങ്ങളുടെ സ്റ്റുഡൻറ് സൗമ്യയുടെ മരണവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ആളെയാണ് കുന്തം ആദ്യമായിട്ട് വകവരുത്തിയത്. സ്വാഭാവികമായിട്ട് സംശയം നിങ്ങളിലേക്ക് നീളുന്നു. അതെ, എന്റെ സ്റ്റുഡന്റ് സൗമ്യ. അന്ന് അവൾക്ക് 20 വയസ്സ്. അവളെ നശിപ്പിച്ചവരെ നിങ്ങൾ ഈ പറയുന്ന നിയമമോ കോടതിയോ വെറുതെ വിട്ടു. തെളിവില്ലത്രേ. കൊല്ലണമെന്ന് വിചാരിച്ചതാ. പക്ഷെ എനിക്ക് മുൻപേ കുന്തം അത് ചെയ്തു. കുന്തം ഒരു അവതാരമാണ് സാറേ. സാർ ഈ സ്പൈഡർമാൻ, ബാറ്റ്മാൻ, മാൻഡ്രേക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലൊരു അവതാരമാണ് ഈ കുന്തം. പക്ഷേ അവർ നിയമത്തിന് മുന്നിൽ കുറ്റവാളികൾ മാത്രമാണ്. ആയിരിക്കാം. പക്ഷെ ഒരുപാട് സാധാരണക്കാരുടെ പ്രാർത്ഥന അവരോടൊപ്പം ഉണ്ട്. ദുഷ്ടന്മാരെ സംരക്ഷിക്കുന്ന നിയമത്തെക്കാൾ ജനങ്ങൾക്ക് വിശ്വാസം ദുഷ്ടന്മാരെ ഉന്മൂലനം ചെയ്യുന്ന കുന്തത്തെയാണ്. കാണാം. ഭയക്കണം നീ ഇനി പെൺകളെ നോവിക്കാനായും നേരം. കൂരിരുൾ പാതയിലേന്തിടും കുന്തം, കാരിരുമ്പാകുമി കൈകളിൽ കുന്തം, മണ്ണിൻ നെഞ്ചകമാ ഈ പെണ്ണിൻ കണ്ണിറയാൻ അരുതേ ഇനിയും ഒരു നാൾ. വിണ്ണിന്നൊളിയിൽ ഇവളെന്നും ഉണരാൻ, ഇരുളിലെ ചതിക്കുഴികളെ തടയാൻ. കൂരിരുൾ പാതയിലേന്തിടും കുന്തം, കാരിരുമ്പാകുമി കൈകളിൽ കുന്തം, ഈ ലോകം നിറയെ നാം നേരിൻ തിരയായി ഉയരാൻ, കാർമേഘച്ചുഴിയിൽ ഒരു മിന്നൽ മഴയായി പൊഴിയാൻ, രാവിലും പകലിലും സ്വാതന്ത്ര്യത്തിൻ നിഴലായി പൊള്ളിടും നോവിനെ തെന്നൽ കുളിരായി തഴുകാൻ. പാത
പാതയിലേന്തിടും കുന്തം കാലിലും പാകുമി കൈകളിൽ കുന്തം ഈ മണ്ണിൻ മടിയിൽ നാം ഇനിയും ഒന്നായി തുടരാൻ വെൺതിങ്കൾ ചിരിയിൽ ഒരു മുല്ലപ്പൂവായി വിടരാൻ നിലവിലും കനവിലും നമ്മൾ നമ്മെ അറിയാൻ പൊയ്മുഖം ഏതിലും പ്രതികാരച്ചുരുളഴിയാൻ ഊരിൽ പാതയിലേന്തിടും കുന്തം കാലിലും പാകുമി കൈകളിൽ കുന്തം ആരാ ഈ കുന്തം? ഏതോ തലതെറിച്ച പിള്ളേരിറങ്ങിയിട്ടുണ്ട് കുന്തോന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് പണിയുണ്ടാക്കാൻ. അവന്മാരെ കിട്ടിയാൽ എനിക്ക് വേണം. തനിക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നം ഇത് നമ്മുടെ ആ വെട്ടുഷാജിയല്ലേ? എന്റെ വലം കയ്യാ പോയത്. അച്ഛൻ എന്ത് പണിയാ കാണിച്ചേ? പൈസയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലേ. നീ ചെല്ല്, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. നാളെ ലാസ്റ്റ് ഡേ ആണ്. ഫ്രെഡി, തൻ്റെ കയ്യിൽ പൈസ വല്ല ഇരിപ്പുണ്ടോ? ഒരു 5000 രൂപ. വാങ്ങിച്ചോടി. ഞാൻ പോവാ. ഇവനൊക്കെ ഉണ്ടല്ലോ തുണിയിലാണ്ട് റോട്ടിൽ കൂടെ വലിച്ചഴിച്ച് കൊണ്ടുപോകണം. റസിയ, ഇത് ടീച്ചറുടെ പോസ്റ്റാണല്ലോ. എവിടെ നോക്കട്ടെ. ഡിയർ കുന്തം, നഗരത്തിന്റെ തിരക്കിൽ ആരും കേൾക്കാതെ പോയ ഒരു പെൺകുട്ടിയുടെ രോദനം. പഠിക്കാൻ സമർത്ഥയായ അവളിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴാണ് അവളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. സ്വന്തം ചോരയിൽ പിറന്ന മകളെ പീഡിപ്പിക്കുന്ന ഒരച്ഛൻ, അതായിരുന്നു അവളുടെ ശാപം. $45 ലക്ഷം. ബയർ ഒരു സ്ത്രീയാണ്. അവരുടെ മകളായിരുന്നു കൊല്ലപ്പെട്ടത്. 2010 സംഭവം, ഡൽഹിയിൽ വെച്ച്. അയൽവാസികളായ 2 പേരാ അവരുടെ 7 വയസ്സുള്ള കുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നത്. പ്രതികൾക്ക് ജീവപര്യന്തം കിട്ടി. ഇപ്പൊ എവിടെ? ബാംഗ്ലൂർ. ലോക്ക് ചെയ്യാൻ പറയാല്ലേ. ഹിസ്റ്ററി കൺവിൻസിംഗ് ആണ്.
ചോരയിൽ പിറന്ന കുഞ്ഞിനെ തന്നെ നിന്റെ കാമത്തിനിരയാക്കണോ? അല്ലടാ അല്ലടാ. Bastard. എന്നാ ചെയ്യാൻ പോണേ? എന്നൊന്നും ചെയ്യാൻ പോണേ? ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. നിങ്ങളാരാ? ആരാ നിങ്ങൾ? എന്നെന്താ ചെയ്യാൻ പോണേ? എന്താ ചെയ്യാൻ പോണേ? എന്താ ചെയ്യാൻ പോണേ? ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്, ബലാത്സംഗം ചെയ്യപ്പെടുമ്പോഴുള്ള വേദന നീ അറിഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? വേണ്ട, വേണ്ട. നീ അറിഞ്ഞിട്ടുണ്ടോ? Beware of Kundam. Rapist must die. Kundam. They are very, very brilliant. അയ്യോ ഇത് കൊള്ളാല്ലേ, സൂപ്പർ ആയിട്ട്. അന്ന് പിടിച്ചോ. ആ ഇത് ഇത് മതിയാട്ടോ. നോക്കിക്കോ. ഇത് മതി. ഇന്നേ ഏട്ടാ. ഒന്നും പറയണ്ട. അവസാനം ചോദിച്ചു വന്നപ്പോൾ ഗൂഗിളിൽ ശരിയല്ല ഞാൻ പറഞ്ഞത്. എല്ലാ ഫ്രീക്കന്മാരും എത്തിയല്ലോ. ഹായ് ബ്രോ. ബ്രോ കുന്തം വാച്ചുണ്ടോ? കുന്തം വാച്ച് ഉണ്ടോന്നോ? എന്തൊരു ചോദ്യമാണ് ഇത്. കുന്തം വാച്ച് ഉണ്ട്, കുന്തം ബ്രേസ്ലെറ്റർ ഉണ്ട്, കുന്തം കമ്മലുണ്ട്, കുന്തം എട്ടിയുണ്ട്, കുന്തം ബ്രേസർ ഉണ്ട്. അത് കൊള്ളാലോ. എല്ലാം ഫുൾ സേഫ്റ്റിയാ. നോക്കിക്കോ. ആ ഇത് കൊള്ളാം. ആ ഇതിന് 2 കുന്തം സ്കാർഫ് കൊടുക്കണം. സ്കാർഫോ? ആ അന്ന് പിടിച്ചോ. ഇത് പൊളിച്ചു. 2 കുന്തം ബാൻഡ് കൂടെ. ഇതോ? ആ വേറെ കളർ. വാവ് ബ്രോ, കുന്തം വാച്ച് ഒന്നുകൂടെ ഉണ്ടെങ്കിൽ പൊള്ളിച്ചെന്നെ. നല്ല ഒന്നാം തരം കുന്തം ബെഡ്ഷീറ്റ് ഒന്ന് എടുക്കട്ടെ. എടാ നിനക്കൊക്കെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാവുന്ന കൊച്ചു വെളുപ്പാൻ കാലം വരെ. ബ്രോ എത്രയായി? ഇത് 150 രൂപ. 150. വേറെന്തേലും വേണം? വേണ്ട. ഇനി വേറെ വേറെ ആ സാധനങ്ങൾ തന്നെ പോയിട്ട് വരെ പണി. ഉണ്ടാകും കേട്ടോ. ഇടക്കിടക്ക് ഇങ്ങോട്ട് ഇറങ്ങണം. പിന്നെന്താ അച്ചക്കാ വയറ് കൊള്ളാല ചോള. അയ്യോ ഇവിടെ രാത്രിയായ കിഡ്നാപ്പിംഗ്, കൊലപാതകം, നേരം വെളുത്ത് കഴിഞ്ഞാൽ സെൽഫി, ഫേസ്ബുക്ക്, ഫ്രീക്കൻ. നീയൊക്കെയാടാ കുന്തം? അയ്യോ സാറേ ഞങ്ങളല്ല സാറ് കുന്തം. ഇതൊരു മാസ്ക് ആണ്, കണ്ടില്ലേ? മാസ്ക് ആണെങ്കിൽ നീയൊക്കെ എന്താടാ കുന്തത്തിന്റെ ഫാൻസോ? സത്യം പറയടാ, നീയൊക്കെയാടാ കുന്തം? അല്ല സാറേ, ഞങ്ങളല്ല സാറേ, ഗോഡ് പ്രോമിസ്. ഞങ്ങൾ ചുമ്മാ വെറുതെ സെൽഫി എടുക്കാനായിട്ട് ഇറങ്ങിയാണ് സാർ.
ഈ വക വേഷം കെട്ടി നടന്നാലുണ്ടല്ലോ ഞാനങ്ങ് പൊക്കി കൊണ്ടുപോകും. പിന്നെ പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല. കുന്തത്തെ എവിടെ കണ്ടാലും വെടിവെക്കാനാ ഉത്തരവ്. മനസ്സിലായോ? സൂക്ഷിച്ചോ എല്ലാരും. ആ എന്റെ ദൈവമേ, ഇനി ഇതും പൂട്ടേണ്ടി വരുമോ? പിന്നെ പോലീസ് പുളുത്തും. പിന്നെ കുന്തം നേരിട്ട് വന്നാലേ ഇയാൾ അപ്പിയിടും. അപ്പി. ചേട്ടൻ കുന്തത്തെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് കുന്തം. എന്താ ഒരു എടുപ്പ്, എന്തൊരു മെയ്വഴക്കം. കുന്തം മോമൂടിയിട്ട് വന്നാലുണ്ടല്ലോ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല. സല്യൂട്ട് അടിക്കും, സല്യൂട്ട്. ചേട്ടാ ഇങ്ങോട്ട് വന്നേ. സത്യം പറയാല്ല, ഞങ്ങളായി കുന്തം. ഒന്ന് പോടപ്പാ, കുന്തത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. ചേട്ടൻ കുന്തത്തിന്റെ ഫാനാണോ? പിന്നല്ലാതെ ആയിപ്പോവും. നീ എന്തെത്ര കാര്യമായിട്ട് നോക്കുന്നേ? കാണിച്ചേ.
കള്ള്, കഞ്ചാവ്, തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം, കൊട്ടേഷൻ. ഫ്രെഡിക്ക് ഒത്താശ ചെയ്യാനെത്തിയ പുതിയ ഡ്രൈവർ. കുന്തത്തിന്റെ മൂർച്ച നീയൊക്കെ അറിയാൻ പോകുന്നേ ഉള്ളൂ. നിന്നെ ഇവിടെ പിടിച്ചിട്ട് പച്ചയ്ക്ക് കൊളുത്തിയാലും ഒരു പട്ടിയും ചോദിക്കാൻ വരില്ല. ആഹാ, നിന്നെ ഞാൻ കൊല്ലില്ല, അതിന് വേറെ ആള് വരും. ബിഫോർ ദാറ്റ് ടെൽ മീ നൗ, വേർ ഇസ് ഫ്രെഡി? ആഹാ, നായേ, നീ പറയില്ലല്ലേ? നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുമോ നീ നോക്കട്ടെ. 2 പുക കഞ്ചാവ് അകത്ത് ചെന്ന നിനക്കൊക്കെ ഒരു വിചാരമുണ്ട്. കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാ ഇവിടെ എന്തും കാട്ടിക്കൂട്ടാമെന്ന്, അല്ലടാ? ഇവിടെ കുന്തം ഉള്ളതൊന്നും നീ അറിഞ്ഞില്ലേ? ഹലോ, എവിടെ? ആ രേഷേ, വണ്ടി എടുക്ക വേഗം. Tell me now, where is Freddy? Come on. നോക്കി പേടിപ്പിക്കുന്നുണ്ടോ നായേ? പറ, ഫ്രെഡി എവിടെ? പറയാം, കൊന്നുകളയും നിന്നെ. കുന്തം പിടിമുറുക്കിയാൽ പിന്നെ രക്ഷയില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? പറ മോനെ, ഫ്രെഡി എവിടെ? പറയാ. ഫുൾ ലോഡഡ് ഗൺ, ഒറ്റ വലി. ഇതില് ഒരു ബുള്ളറ്റ് മതി പോയിന്റ് ബ്ലാങ്കിൽ നിന്റെ തല ചിന്നിച്ചിതറാൻ. അറിയാലോ, ഒരു ചാൻസ് കൂടെ നിനക്ക് തരാം. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസ് ഫോർ യു. ആട്ടെങ്കി ഇരിക്കടി അവിടെ, മിണ്ടരുത്. നീയൊന്നും എന്നോട് കളിക്കാനായിട്ടില്ലടി. മിണ്ടരുത്, മിണ്ടരുത്. അടങ്ങിയിരുന്നോ അവിടെ, കേട്ടോടി? നീയൊക്കെ എന്ത് വിചാരിച്ചു? എന്നെ കെട്ടിയിട്ട് എന്റെ കഴുത്തിൽ കത്തി വെച്ച് എന്റെ രഹസ്യങ്ങളെല്ലാം പറയിപ്പിക്കാന്ന് വിചാരിച്ചോടി?
ക്യാമറയുള്ളത് നല്ലതാ. ഇനി ഇവിടെ നടക്കുന്നതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് ഫ്രെഡിയെ കാണിക്കും. ഫ്രെഡി കാണട്ടെ നിന്റെ വീഡിയോ. ലോകം അറിയട്ടെ കുന്തം മരിച്ചു എന്ന്. നീ എന്താടി വിചാരിച്ച ഫ്രെഡിയെ പറ്റി? ഈ കത്തിയല്ലേ നീ എനിക്ക് നേരെ ചൂണ്ടിയത്? വേണ്ട, ഇത് പോരാ. കുന്തത്തിന് നേരെയാകുമ്പോ ഇത് പോരാതെ വരും. ഇത് കൊള്ളാം അല്ലേ? കുറച്ചു മുമ്പ് എന്നോട് എന്തോ ചോദിച്ചല്ലോ, ഫ്രെഡി എവിടെയെന്ന് അല്ലേ? നിനക്ക് എന്തറിയാം ഫ്രെഡിയുടെ റേഞ്ചിനെ പറ്റി? ഈ കണ്ണ് ചൂഴ്ന്നെടുത്ത് ഞാൻ ബോസിന് ഗിഫ്റ്റ് കൊടുക്കട്ടെ. ഫ്രെഡിക്ക് വേണ്ടി എന്തും ചെയ്യും ഞാൻ. ഒരു മിനിറ്റേ, പറഞ്ഞു തീർന്നില്ല. ബോസാണെന്ന് തോന്നുന്നു. ബാക്കി വന്നിട്ട്. Hey, come on, fast, come on! Sir, operation success. Kundam dead. They were 4. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രാജൻ മിത്ര. റസിയ, ഇത് നമുക്കുള്ള പണിയാണല്ലോ.
ആ ശരി. ആ ഞാൻ വിളിച്ചോളാം. ഓക്കെ ഞാൻ പിന്നെ വിളിക്കാം. ഹായ് കിഷോർ. ഹായ്. ഹായ്. ലേറ്റ് ആയോ? ഹേയ് ഇല്ല, ചെറിയൊരു പണിയുണ്ട്. ഇന്നോ? ആ ഓക്കെ ചെയ്യാം. എങ്കിൽ നീ പോയി എലിയാസിനെ ഒന്ന് കാണും. എടാ, അന്നത്തെ പോലെ നീ കറങ്ങി അടിച്ച് നടന്നേക്കരുത്. അന്നത്തെ പോലെയല്ല. ബായ് ഒരു സിഗരറ്റ് ഒന്ന്. ഏയ് ഓക്കെ. അവൻ എന്നിത്തിരി തിരക്കില്ല. ഞാൻ വിളിച്ചിരുന്നു, ആണോ? കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. എന്തോ പരിപാടിയുണ്ട്. എന്തായാലും അവനെ പിടിച്ചേ പറ്റൂ. അതൊന്ന് നോക്കോളൂന്നേ. നമ്മളൊരു കാര്യം ഏൽപ്പിച്ചാൽ അവനത് മറക്കാറില്ലല്ലോ. എത്തിയല്ലോ. മണിക്കൂർ കൊണ്ട് ഒപ്പിച്ച സാധനം. ഞാൻ വിളിക്കാനിരിക്കുന്നു. ക്ലിയർ എവിഡൻസ് വിത്ത് പക്ക വീഡിയോ. എവിടെ? ഫോണിലുണ്ട്. നീ പറഞ്ഞ പോലെ തന്നെ ചെയ്തല്ലേ. ഇപ്പൊ പറഞ്ഞോളൂ എന്റെ വർക്കിന്റെ കാര്യം. ആ ഇത് നോക്കി, കൊള്ളാൻ നോക്ക്. ഇതെവിടെ നേട്ടി? അതൊക്കെ ഒപ്പിച്ച്. എപ്പോ? പോലീസിനെ പേടിച്ച ആളെ വിളിച്ചിരിക്കായിരുന്നു. എന്റെ സുഹൃത്തു വഴി ഞാൻ ഒപ്പിച്ചതാ. നോക്കിയോ? എങ്ങനെയുണ്ട്? പൊളിച്ചല്ല. ഒന്ന് ഹോൾഡ് ചെയ്യണേ. ബീന ലൈനിലുണ്ട്. എന്താ പറയണ്ടേ? നീ കട്ടി വെറുതെ പൈസ കളയണ്ട. ആ ബീന വെയിറ്റ്. അൻവറിന്റെ മെയിൽ വന്നിട്ടുണ്ട്. ഇറ്റ് വാസ് ഇൻ 2014. 6-year girl brutally raped and murdered. Rapist unknown. Investigation closed. ഹലോ. ആ ബീന, ഓഫർ ജെന്യൂന്, ഡബിൾ ചെക്ക്ഡ്. ആ കൊടുത്തു. ഫ്ലൈറ്റ് ടൈം, ഡ്രസ് കോഡ്, വാട്സപ്പ് മീ.
going to die. എന്നൊന്നും ചെയ്യരുത്. ഞാൻ എന്ത് വേണമെങ്കിലും തരാം. Time is up. എന്നൊന്നും ചെയ്യല്ലേ. എന്നെ ഒന്നും ചെയ്യല്ലേ. എന്നെ ഒന്നും ചെയ്യല്ലേ. 3 years ago, my little princess begged to a man for her life. She was just 6 years. He killed after using her, just like you. This is you. You did this. You did this? Tell me, you did this. Bastard. എന്നൊന്നും ചെയ്യല്ലേ. എന്നൊന്നും നോക്കില്ല. Now, you begging me for your life. നോക്കില്ല. എന്നൊന്നും ചെയ്യല്ലേ. Like this, she begged before you. And then she cried. Rough mouth, ya chal. Rapists must die. Beware of Kundam. ആലത്തൂരങ്ങടി ഞാനിന്ന് പോയി വരുമ്പോ ആകാശം തൊട്ടുതലോടൻ ഒരന്മരം കണ്ടെന്ന് അല്ലിപ്പഴം പൂത്തു നിറഞ്ഞത് കണ്ണാലെ കണ്ടെന്ന് ആലത്തൂരങ്ങടി ഞാനിന്ന് പോയി വരുമ്പോ ആകാശം തൊട്ടുതലോടൻ ഒരന്മരം കണ്ടെന്ന് അല്ലിപ്പഴം പൂത്തു നിറഞ്ഞത് കണ്ണാലെ കണ്ടെന്ന് തന്നനനതാനേ തന്നനനന തന്നനനതാനേ തന്നനനന തന്നനനതാനേ തന്നനനന തന്നനനതാനേ തന്നനനന ആലിന്റെ തുമ്പത്തു കണ്ടൊരു നവമച്ചക്ക നുണയല്ല ചങ്ങാതി ഞാൻ പോയി കണ്ടെന്ന് നുണയല്ല ചങ്ങാതി ഞാൻ പോയി കണ്ടെന്ന് തന്നനനതാനേ തന്നനനന തന്നനനതാനേ ആരാരോ പണ്ടെങ്ങാ ചൊല്ലിയതല്ലേ കാലങ്ങൾ വേഗങ്ങനെ പോയിടുന്ന് കാര്യങ്ങൾ ചൊല്ലിയതെന്നാരായാലും കാലത്തിൻ കോലങ്ങൾ മാറിയില്ലേപ്പോ ആരാരോ പണ്ടെങ്ങാ ചൊല്ലിയതല്ലേ കാലങ്ങൾ വേഗങ്ങനെ പോയിടുന്ന് കാര്യങ്ങൾ ചൊല്ലിയതെന്നാരായാലും കാലത്തിൻ കോലങ്ങൾ മാറിയില്ലേപ്പോ മണ്ണിനും വിണ്ണിനും പെണ്ണിനും പൊന്നിനും കണ്ണിനും കാതിനും മാറ്റമായി പുല്ലിനും പൂവിനും തേനിനും വണ്ടിനും പാഴ്മുളം തണ്ടിനും മാറ്റമായി കാര്യങ്ങൾ ചൊല്ലിയിടും കാർന്നോരെ കാണുമ്പോൾ നാം എല്ലാം ചൊല്ലിയിടുന്നേ ഓൾഡാണ് ഇത് വെരി ഓൾഡാണ് ഓൾഡാണ് ഇത് വെരി ഓൾഡാണ് വിണ്ണിൽ നീ മിന്നിടുമ്പോൾ കൺമുന്നിൽ മിന്നാമിന്നേ ഉള്ളം നീ തന്നിടുമ്പോൾ മണ്ണെന്നും പൊന്നിൻ ചന്തം ആശയോടെ വാഴാൻ കൂരയൊന്നു തീർക്കാൻ പോയൊരാ കാലമേ മാഞ്ഞിടല്ലേ മൂവന്തി ചായും നേരം ചില്ലുറാന്തൽ പോലെ പുഞ്ചിരിച്ചെന്നെ നീ കാത്തു നിൽപ്പൂ ഓൾഡെന്നാൽ അത് തനി ഗോൾഡാണ് ഓൾഡെന്നാൽ അത് തനി ഗോൾഡാണ്
ചൊല്ലിയതല്ലേ കാലങ്ങൾ വേഗങ്ങനെ പോയിടുന്ന് കാര്യങ്ങൾ ചൊല്ലിയതെന്നാരായാലും കാലത്തിൻ കോലങ്ങൾ മാറിയില്ലേ പോ മണ്ണിനും വിണ്ണിനും പെണ്ണിനും പൊന്നിനും കണ്ണിനും കാതിനും മാറ്റമായി പുല്ലിനും പൂവിനും തേനിനും മണ്ണിനും പാഴ്മുളം തണ്ടിനും മാറ്റമായി കാര്യങ്ങൾ ചൊല്ലിടും കാരണോരെ കാണുമ്പോൾ നാം എല്ലാം ചൊല്ലിടുന്നേ ഓൾഡാണേ ഇത് വെരി ഓൾഡാണേ ഓൾഡാണേ ഇത് വെരി ഓൾഡാണേ ആരാരോ പണ്ടെങ്ങാ ചൊല്ലിയതല്ലേ കാലങ്ങൾ വേഗങ്ങനെ പോയിടുന്ന് കാര്യങ്ങൾ ചൊല്ലിയതെന്നാരായാലും കാലത്തിൻ കോലങ്ങൾ മാറിയില്ലേ പോ ചേട്ടാ രാഘവേട്ട ചേട്ടന് ഞങ്ങളെ മനസ്സിലായില്ലേ? രാഘവേട്ട ഇത് ഞാൻ റസിയ. നോക്ക്, ഇത് സുധി. രാഘവേട്ട സൗമ്യയുടെ അവൾ എന്നെ കാണാണ്ട് നടക്കുക. പക്ഷേ ഞാൻ അവളെ കണ്ടുപിടിക്കും. അവക്ക് റാങ്കുണ്ട്. അതെ റാങ്കുണ്ട്. കുന്തം. ഭയക്കണം നീ പെൺകളെ, നോവിക്കാനായി നേരം. എന്റെ മോളെ കൊന്നോനെ ഒറ്റ കുത്തിനെ കൊന്ന ദൈവ കുന്തം. നിങ്ങൾ എവിടെ നിൽക്കായിരുന്നു? രാഘവേട്ട ഇതെവിടെ പോയി? സൗമ്യ ജംഗ്ഷനിൽ കാത്തുനിൽക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ട് വരുമെന്നല്ലേ വിചാരിച്ചേ? ഇന്ന് ഉച്ചകഴിഞ്ഞ് ഞങ്ങൾ തുറന്നിട്ടില്ല രാവേട്ട. അതെയോ? അവള് വന്നില്ലേ ഇതുവരെ? ഇല്ലെന്നേ. അവളിത് എവിടെ പോയി? എന്നാ പിന്നെ ഞാനങ്ങ് പോയിട്ട് വരാം. ശരി രാവേട്ട, നോക്കിട്ട് വാ.
അവള് വന്നില്ലേ? എവിടെ പോയതായിരിക്കും? ആ ദേ മോള് വന്നല്ലോ. ആ രസ്യത്ത് എപ്പോ വന്നു? ഞങ്ങളിപ്പോ വന്നേ ഉള്ളൂ. അല്ല, നിന്റെ റിസൾട്ട് എന്തായി? ഇല്ല ഇത്താ, നാളെയാ. ഞാൻ ആകെ പേടിച്ചിരിക്ക. അതിന് നീ എന്തിനാ പേടിക്കുന്നേ? നീ എന്തായാലും തോക്കും. ഞാൻ മിണ്ടില്ല കേട്ടോ. അവൻ വെറുതെ പറഞ്ഞതാ, നീ കാര്യമാക്കണ്ട. ഏയ്, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. ഇവനെ കൊണ്ട് ഇവളെ കൊണ്ട് തോറ്റു. എപ്പ കണ്ടാലും ഇങ്ങനെ തന്നെയാ. നാളെ ഇവളുടെ റിസൾട്ട് വരികയല്ലേ, ഞങ്ങള് കൊണ്ടുപോകണോ? പിന്നെ കൊണ്ടുപോകണം. കൊണ്ടുപോയി നോക്കാല്ലേ? ഇവളെ നമുക്ക് നല്ലൊരു ഡോക്ടർ ആക്കണം. എന്താ സുധി, നിന്റെ അഭിപ്രായം? കൊണ്ടോ. നിങ്ങൾ രണ്ടും കൂടെ വരണം. എടാ സുധി, സൗമ്യക്ക് റാങ്ക് ഉണ്ടടാ. സത്യം? എടാ സുധി, അവള് ഡോക്ടർ ആവൂലേടാ. നിങ്ങളോടൊക്കെ എങ്ങനെ നന്ദി പറയൂടാ ഞാൻ. അയ്യോ, അവളെ എന്റെയും കൂടി പെങ്ങളല്ലേ രാഘവേട്ടാ. അല്ല, നമ്മുടെ റസി അറിഞ്ഞു അത്? കൊള്ളാം. ആദ്യം പറയുന്ന അവളോടായിരിക്കൂലടാ. ഹലോ സൗമ്യ, എനിക്ക് റാങ്ക് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. പ്രിയപ്പെട്ട അച്ഛന്, ഞാൻ പോകുകയാണ് അച്ഛാ. എന്നോട് ക്ഷമിക്കൂ. മാനം പോയൊരു മകളായി അച്ഛൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാ. രസിയത്ത, സുധിയേട്ട, എന്നോട് ക്ഷമിക്കൂ. ഒരുപാട് സ്നേഹത്തോടെ, സൗമ്യ. എന്റെ മോളെ, എന്റെ ഫ്രെഡി, ഇതൊക്കെ നമ്മ എത്ര കണ്ടേക്കണ്? പിന്നെ പേടിച്ചിട്ടല്ല, എന്നാലും നീ ഒന്ന് കരുതിയിരുന്നു. എന്നാലും ആ പെണ്ണങ്ങാൻ കയറി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാ പണി നിനക്കാ കിട്ടുക. പിന്നെ അതപ്പൊ നോക്കാം. അങ്ങനെയാണെങ്കിൽ എത്ര പെണ്ണുങ്ങളെ കേസാ നമ്മള് പറയുന്നത്? നീ വരുന്നുണ്ടോ? നമുക്ക് പോവാം. ഇല്ലടാ, നീ വിട്ടോ. നീ അതെടുത്ത് വെക്ക്. ആ ഡിങ്കർ ഓഫേ. ഇല്ലടാ ഫ്രെഡി, വിട്ടോ. ഞാൻ പിന്നെ വരാം. വൈകിട്ടെത്തോ? ആ, വരാടാ. ഞാൻ വിട്ടോട്ടെ എന്നാ. ഓക്കെ, ശരി.
ഇതങ്ങനെ വിട്ടാ പറ്റില്ല. ഇവന്മാരെ നമുക്ക് തന്നെ പൊക്കാം. കേസ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. കേസും വേണ്ട, ഒരു കുന്തവും വേണ്ട. എന്താ ചെയ്യാ? എന്താ ഇപ്പൊ ചെയ്യാ? എന്താ ചെയ്യാ? എന്താ ഇപ്പൊ ചെയ്യാ? കൺഫേം ആയോ? ഫ്രെഡി മുങ്ങി ടു ബാംഗ്ലൂർ. കുന്തം കുന്തം അയ്യോടാ പാവം. ആരാ ഈ പണി കാണിച്ചേ? കഷ്ടമായി പോയി. ആരാടാ നീയൊക്കെ? അഴിച്ചു വിടന്നെ. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. അഴിച്ചു വിട. കിടന്ന് കാറണ്ട. നിന്റെ ഒച്ച കേൾക്കാൻ ഇവിടെ ഒരു ഈച്ച പോലും ഉണ്ടാവില്ല. നീയൊക്കെ അഴിച്ചു വിടേ. നിനക്കൊക്കെ എന്താ വേണ്ടത്? തരുവോ? എന്ത് ചോദിച്ചാലും തരുവോ? തരാം. എന്ത് വേണം? പണം വേണോ? തരാം. എന്ത് വേണമെങ്കിലും തരാം. തരുവോ? സൗമ്യയെ തിരിച്ചു തരാൻ നിനക്ക് പറ്റുവോ? എങ്കിൽ 2 ദിവസം മുമ്പ് നീയൊക്കെ പിച്ചി ചിന്തിയ സൗമ്യയെ മറന്നു പോയടാ നായേ. ഓ അതാണോ? ഡാ ജെയിംസ് കളി ഇന്നലെയും തുടങ്ങിയതല്ല. ജീവൻ വേണമെങ്കിൽ ഓടിക്കുക. ശരി, പോയേക്കല്ലേ. ഗുഡ് ബൈ. അഴിച്ചു വിട പട്ടികള്. നീയൊന്നും എനിക്ക് പണി തരാനായിട്ടില്ലടാ. ആരാടാ നീയൊക്കെ? കുന്തം. ആര്? കുന്തം. സൗമ്യയ്ക്ക് വേണ്ടി ഇത്രയെങ്കിലും നമ്മൾ ചെയ്തില്ലെങ്കിൽ അവളുടെ ആത്മാവ് നമ്മളോട് പൊറുക്കില്ല. ഇനി അവനാ ഫ്രെഡി. ഇന്നല്ലെങ്കിൽ നാളെ അവൻ തിരിച്ചു വരാതിരിക്കില്ല. അതുവരെ കാത്തിരിക്കാം. കാത്തിരിക്കാം. കാത്തിരിക്കണം അടുത്ത വേട്ട മൃഗത്തിനായി. ഇന്ന് നമ്മുടെ സൗമ്യ. ഇതുപോലെ എത്ര സൗമ്യമാർ പൊലിഞ്ഞു പോയിട്ടുണ്ട്. നിയമത്തെ പേടിയില്ലതായിരിക്കുന്നു. അതെങ്ങനെ? പണമെറിഞ്ഞ് നിയമത്തെ സ്വാധീനിക്കാനും തെളിവില്ലാതാക്കാനും സംവിധാനം ഉള്ളപ്പോ ആരെ പേടിക്കാനാ? പക്ഷേ ഇനി പേടിക്കണം. കാമക്കണ്ണുകളോടെ ഇരയെ തേടുന്നവർക്ക് ഉത്ഭയമായി ഇനിയെന്നും കുന്തമുണ്ടാവണം.
ഇവിടെ 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 ഇതാ സ്ഥലം നമ്പർ. ഒന്ന് വിളിച്ച് നോക്കാം.
വേർ ആൻഡ് ഹൗ? ഇതൊന്നും എനിക്കറിയണ്ട. എങ്ങനെയായാലും രണ്ടുപേരെയും ഫിനിഷ് ചെയ്യണം. ഓക്കെ സർ. കുന്തം മോളിന്നുള്ള ഓർഡറാ, കൊന്നു കളഞ്ഞേക്കാൻ. കുന്തം ലോകം നന്നാക്കാൻ ഇറങ്ങി തിരിച്ച വിഡ്ഢികൾ. പണം, പവർ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ റേഞ്ച് വേറെയാ മക്കളെ. ഇത് ഫ്രെഡിയുടെ കോടതിയാ, റേഞ്ച് ഉള്ളവന്റെ കോടതി. നിങ്ങൾ എനിക്കുണ്ടാക്കിയ നഷ്ടം നമ്പർ 1 ഷാജിയുടെ കൈവെട്ടി, നമ്പർ 2 എൻ്റെ ചങ്കായ് ജെയിംസിനെ ഇല്ലാതാക്കി. ഇതെല്ലാം ഞാൻ ക്ഷമിക്കാം, ഒരു കണ്ടീഷൻ മാത്രം. നിങ്ങളുടെ ചങ്കുറ്റം അതെനിക്കിഷ്ടായി. ഫ്രെഡിക്കൊപ്പം നിന്നാൽ പരാജിതരായതുപോലെ തെരുവിൽ നിൽക്കേണ്ടി വരില്ല. ആഗ്രഹിക്കുന്നതെന്തും കൺമുന്നിലെത്തും. നീ പറഞ്ഞ സാമ്രാജ്യം ഉണ്ടാക്കാൻ ചങ്കൂറ്റം വേണമെന്നില്ല, 3-4 ഗുണ്ടകളുടെ പിൻബലം മതി. കുന്തത്തിന്റെ റേഞ്ച് വേറെയാ ഫ്രെഡി. പ്രതിബന്ധങ്ങളെ കീറിമുറിച്ച് ശത്രുവിന്റെ നെഞ്ചിൽ ആഞ്ഞു തറയ്ക്കുന്നതിനായി കുന്തം ഒരു അവതാരമാണ്. അവതാരങ്ങൾ ജന്മമെടുത്തുകൊണ്ടിരിക്കും. കൊള്ളാം. മരണം കൺമുന്നിലെത്തി നിൽക്കുമ്പോഴും പതറാത്ത ഈ ധൈര്യം. You made me a fan of you. സിംഹങ്ങൾ ഇരയെ വേട്ടയാടി പിടിക്കുന്ന ശീലം. നീ ഒരു പെൺസിംഹമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സുന്ദരിയായ പെൺസിംഹം. കാലം മാറിയത് നീ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഇത് കുന്തത്തിന്റെ കാലമാ. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാതെ കാമവെറി പൂണ്ട് നടക്കുന്ന നിന്നെ പോലുള്ളവരുടെ നേർക്ക് പാഞ്ഞു വരുന്ന കുന്തം നിന്റെ മരണമായി കൺമുൻപിൽ തന്നെയുണ്ട്. ശുദ്ധം. സാറ് തീരുമാനം എടുക്കുന്ന മുമ്പ് ഞാൻ സാറിന്റെ മോളുടെ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്ക്. ഇവർ ചെയ്യുന്നതാ ശരി. ചാവേണ്ടത് നിന്നെപ്പോലുള്ള ചെറ്റകളാ.
ഹലോ. നമ്മുടെ കുന്തൻ ഷാഡോ ഫോഴ്സ് ഫലം കണ്ടു തുടങ്ങി. സംസ്ഥാനത്തിന്റെ ഭൂരിഭാഗ ഏരിയയിലും നമ്മുടെ ലോക്കറ്റ് എത്തിക്കഴിഞ്ഞു. സി, നമ്മുടെ സിസ്റ്റം ഫോളോ ചെയ്ത് ചെന്നൈ, ബാംഗ്ലൂർ, ഗുജറാത്ത്, ഗോവ എല്ലാം കുന്തം ഷാഡോ ഫോഴ്സിന്റെ നിയന്ത്രണത്തിലാണ്. സർ, പ്രൗഡ് ഓഫ് യു. നിങ്ങൾ കാണിച്ച ബ്രില്യൻസ്, കാര്യക്ഷമത, തെറ്റിനെതിരെ പ്രതികരിക്കാൻ നിങ്ങൾ കാണിച്ച ധൈര്യം, ഇതെല്ലാം ഷാഡോ ഫോഴ്സ് ഫോം ചെയ്യാൻ എനിക്ക് ഇൻസ്പിറേഷനായി. എവരിവൺ ഈസ് എ പ്രൊട്ടക്ടർ. കുന്തം ദ പ്രൊട്ടക്ടർ. ആ